ശ്രീ മുരുക ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം. തിരുവോണം അവിട്ടമാണ് ഇപ്പോൾ പറയുന്നത്. തിരുവോണം അവിട്ടത്തിൻ്റെ 1-2 പാദങ്ങൾ ഒക്കെ ഈ ആഴ്ചഫലം വളരെ നല്ലതാണ്. വ്യാഴനെ കൊണ്ടും ശുക്രനെ കൊണ്ടും ഒക്കെ നല്ലതാണ്. ബിസിനസ് നടക്കും, അടുത്തതിൽ നല്ല പുരോഗതി വരും, അന്യദേശത്തു നിന്നുള്ള ഇൻവിറ്റേഷൻ ഉണ്ടാകും, യാതൊരു സംശയം വേണ്ട. നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് കാണുന്നത്. സൗന്ദര്യം, കടുംപിടി ഒക്കെ നിങ്ങൾക്ക് ഉള്ളവരാണ്. കടുംപിടി കുറയ്ക്കണം. കാലത്തിനനുസരിച്ചുള്ള കടുംപിടികൾ ശരിയല്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കണം. നല്ലതാണ്. പഠിക്കുന്നവർക്ക് റീവാല്യുവേഷനുള്ള സമയമുണ്ടാകും. അവർക്ക് പരീക്ഷ രണ്ടാമത് വാല്യുവേഷൻ നടത്തുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടും. മാനസിക ബന്ധമുള്ളവർക്ക് വിവാഹത്തിലെത്തിക്കും. നിങ്ങൾക്ക് ജോലി, പ്രൊമോഷൻ എന്നിവ സാധ്യതയുള്ളവരാണ് തിരുവോണം. അവിട്ടം വന്ന 2 പാദങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യ അനുകൂലമുള്ള കാലമാണ്. നിങ്ങൾക്ക് 1, 3, 6, 7 വ്യാഴം നിൽക്കുന്നത്. വ്യാഴനെ കൊണ്ട് വലിയ ഭാഗ്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. പ്രവർത്തിക്കണം, കഠിനാധ്വാനം ചെയ്യുന്നവർക്കാണ് ഭാഗ്യം കിട്ടുന്നത്. മടിയന്മാർക്ക് കിട്ടില്ല. അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാ തരത്തിലും വിദേശ ജോലി, വിദേശ പണം ഒക്കെ കൈവരാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കുന്നതിന് പുറമെ പ്രതീക്ഷിക്കാത്ത സഹായം ലഭിക്കും. ഭവനമുണ്ടാകും, ജോലി ഉണ്ടാകും. സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തിട്ടുള്ളവർക്ക് നല്ല സമയമാണ്. അടുത്തത് 3-4 പാദം അവിട്ടം, ചതയം, പുരുട്ടാതി ആദ്യത്തെ 3 പാദം. നിങ്ങൾക്ക് 3 പേർക്കും നല്ല കാലമാണ്. വ്യാഴനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഇല്ല. അദ്ദേഹം 6-ലാണ് നിൽക്കുന്നത്. ബന്ധുസമാഗമം നിങ്ങൾക്ക് ഉടനെ ഉള്ളതാണ്. അവിട്ടത്തിന് ജോലിയുള്ളവർക്ക് പ്രൊമോഷൻ, ഭർത്താവ് നാട്ടിലുള്ളവർ ആളിന് ശമ്പള വർധന എന്നിവ കാണുന്നുണ്ട്. ചതയംകാർക്ക് മന്ത്രതന്ത്രങ്ങൾ പഠിക്കാൻ കഴിയും. അവർക്ക് ഭാഗ്യം ഉള്ള സമയമാണ്. ജോലിയുള്ളവർക്ക് പ്രൊമോഷൻ എന്നിവ സാധ്യമായി കാണുന്നുണ്ട്. പുരുട്ടാതി 1-2 പാദക്കാർക്ക് ഭവനം വയ്ക്കുന്നവർക്ക് നല്ല കാലമാണ്. ഭവനം ഉണ്ടാകും. ഇപ്പോൾ ഉള്ളതിനെ ഓടി പിടിപ്പിക്കാനെങ്കിലും അവർ കഴിഞ്ഞേ പറ്റൂ. പുരുട്ടാതി 4-ാം പാദത്തിലുള്ളവർക്ക് ബിസിനസ്സിൽ മേന്മ കാണുന്നുണ്ട്. അവർക്കും അച്ചടക്കമുള്ള കുടുംബം, മാതൃകാപരമായ ദാമ്പത്യം കാണുന്നുണ്ട് 4-ാം പാദത്തിൽ. ഉത്രട്ടാതിക്ക് സ്വന്തം ഭവനം നഷ്ടപ്പെട്ടാലും പിന്നീട് ഭവനം ഉണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട്. മീനത്തിലെ ഏത് തരത്തിലുള്ള ശക്തമായ മുന്നേറ്റം നിങ്ങൾ കാണുന്നുണ്ട്. ദൂരയാത്ര, സുഹൃത്തുക്കളുടെ സഹായങ്ങൾ കിട്ടുകയും അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്ന കാലമാണ് ഉത്രട്ടാതി. എന്നാലും റിലേറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചിലർ അനുകൂലമായി നിൽക്കും, പക്ഷേ നമ്മൾക്ക് പെരുമാറുന്നത് തിരിച്ചായിരിക്കാം. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. രേവതിക്ക് ഭാഗ്യാനുകൂലമുള്ള സമയമാണ്. ധാരാളം സഹായം വെളിയിൽ നിന്ന് കിട്ടും. ദൂരയാത്രയുണ്ട്, അത് പ്രൊമോഷനാകാം. പഠിക്കുന്നവർക്ക്, പഠിച്ചു കയറുന്നവർക്ക്, MBBS, എഞ്ചിനീയറിംഗ് മുതലായവർക്ക് നല്ല കാലമാണ്. ഏത് തരത്തിലും രേവതിക്കാർക്ക് ഭാഗ്യമാണ്. ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് മിനിമം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നെങ്കിലും പോസ്റ്റിംഗ് ആകാൻ സാധ്യതയുണ്ട്. സ്വന്തം കർമ്മഫലം അനുസരിച്ചിരിക്കും. അതായത് നിങ്ങൾ അത് അന്വേഷിക്കുകയും അത്യാവശ്യം ശുപാർശകൾ ഒക്കെ വേണ്ടി വരും. എല്ലാ തരത്തിലും വളരെ നല്ല ഒരു ഭാവി. ആഴ്ച ഫലം നല്ലതാണ്. സന്തോഷം.